ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെൻറ്റർ. ഇന്ന് നമ്മൾ 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ ഏറ്റവും അവസാനത്തെ ചാപ്റ്ററായ രൂപത്തിനും ഫലത്തിനും എന്നുള്ള ചാപ്റ്ററാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ബയോളജിയിൽ വരുന്നൊരു ഭാഗമാണിത്. വിവിധ തരം അസ്ഥികളെ പറ്റിയും അതിൻ്റെ സവിശേഷതകളൊക്കെ പറ്റിയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ ക്ലാസ് മുഴുവൻ കാണാൻ ശ്രമിക്കണം കേട്ടോ. 10ാമത്തെ ചാപ്റ്ററാണ് രൂപത്തിനും ഫലത്തിനും. തുടക്കത്തിൽ തന്നെ കുറച്ച് ജീവികളുടെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു ബോക്സ് കൊടുത്തതാണ് ആകൃതിക്കും സംരക്ഷണത്തിനും. ഒച്ച്, വണ്ട്, ഞണ്ട്, ചിപ്പികൾ മുതലായ ജീവികൾക്ക് കട്ടിയുള്ള പുറന്തോടുകളാണുള്ളത്. പഴുതാര, തേരട്ട തുടങ്ങിയവയുടെ പുറന്തോടുകൾ കട്ടി കുറഞ്ഞവയാണ്. ശരീരഭാഗങ്ങളെ സംരക്ഷിക്കുന്നതിനും ആകൃതി നൽകുന്നതിനും ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനും പുറന്തോടുകൾ സഹായിക്കുന്നു. ശരീരത്തിന്റെ പുറത്തുള്ള ഇത്തരം ആവരണങ്ങളെ ബാഹ്യാസ്ഥികുടം അല്ലെങ്കിൽ എക്സോസ്കെൽറ്റൺ എന്ന് പറയുന്നു. മത്സ്യങ്ങളുടെയും ഉരഗങ്ങളുടെയും ചെതുമ്പലുകൾ, പക്ഷികളുടെ തൂവലുകൾ, ജന്തുക്കളിലെ രോമങ്ങൾ, കൊമ്പുകൾ, കുളമ്പുകൾ, നഖങ്ങൾ തുടങ്ങിയവയെല്ലാം ബാഹ്യാസ്ഥികുടത്തിന്റെ അവശേഷിപ്പുകളാണ്. അപ്പോൾ ഈ ഒരു ചിത്രത്തിൽ 2 തരം ജീവികളാണ് തന്നിട്ടുള്ളത്. കട്ടിയുള്ള പുറന്തോടുള്ള ജീവികളും അതുപോലെ കട്ടി കുറഞ്ഞ പുറന്തോടുള്ള ജീവികളെയാണ് കൊടുത്തിട്ടുള്ളത്. ഒച്ച്, വണ്ട്, ഞണ്ട്, ചിപ്പികളൊക്കെ എന്താണ്, കട്ടിയുള്ള പുറന്തോടുകളാണ് ഇവയ്ക്കൊക്കെ ഉള്ളത്. പിന്നെ പഴുതാര, തേരട്ട തുടങ്ങിയവയുടെ പുറന്തോടുകളൊക്കെ കട്ടി കുറഞ്ഞവയാണ്. ഇതൊക്കെയാണ് ഈ പുറന്തോടുകൾ കൊണ്ടുള്ള പ്രയോജനം. എന്താണ്? ശരീരത്തിന് ആകൃതി നൽകുന്നതിനും അതുപോലെ ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനും ശരീരഭാഗങ്ങളെ സംരക്ഷിക്കുന്നതിനൊക്കെ എന്താണ്, പുറന്തോടുകൾ ആവശ്യമാണ് അല്ലേ. ശരീരത്തിന്റെ പുറത്തുള്ള ഇത്തരം ആവരണങ്ങളെയാണ് ബാഹ്യാസ്ഥികുടം അല്ലെങ്കിൽ എക്സോസ്കെൽറ്റൺ എന്ന് പറയുന്നത്. ബാഹ്യാസ്ഥികുടം എന്ന് പറയുന്നത് ഈ ശരീരത്തിന്റെ പുറത്തുള്ള ഇത്തരം ആവരണങ്ങളെ, ഇത്തരം പുറന്തോടുകളെയാണ്. മത്സ്യങ്ങളുടെയും മൃഗങ്ങളുടെയും ചെതുമ്പലുകളും അതുപോലെ പക്ഷികളുടെ തൂവലുകൾ, ജന്തുക്കളിലെ രോമങ്ങൾ, കൊമ്പുകൾ, കുളമ്പുകൾ, നഖങ്ങൾ തുടങ്ങിയവയെല്ലാം ബാഹ്യാസ്ഥികുടത്തിന്റെ അവശേഷിപ്പുകളാണ്. അപ്പോൾ തൂവലുകളും ജന്തുക്കളിലുള്ള രോമങ്ങളും കൊമ്പുകളും കുളമ്പുകളും അതുപോലെ നഖങ്ങളൊക്കെ എന്താണ്, ബാഹ്യാസ്ഥികുടത്തിൽ പെടുന്നവയാണ്. അടുത്തതായിട്ടൊരു ബോക്സ് കൊടുത്തതാണ് പുറന്തോടിലെ വർണ്ണവൈവിധ്യം. പുറന്തോടുകളിലെ മനോഹരമായ പാറ്റേണുകൾ, നിറങ്ങൾ തുടങ്ങിയവ പല ജീവികളുടെയും കൂടുതൽ ആകർഷകമാക്കുന്നു. ഈ ആകർഷകത്വം അവയുടെ നിലനിൽപ്പിന് ഭീഷണിയാവുന്നുമുണ്ട്. മനുഷ്യൻ യാതൊരു നിയന്ത്രണവുമില്ലാതെ ഇവയെ പിടികൂടുന്നു. ഇത്തരത്തിലുള്ള പല ജീവികളും ഇന്ന് വംശനാശ ഭീഷണിയിലാണ്. അപ്പോൾ ഇതിനെന്താണ്, നക്ഷത്ര ആമ, സ്വർണ്ണവണ്ടൊക്കെ ഇതിന് എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ എന്താണ്, ഈ ഒരു ജീവികളൊക്കെ എന്താണ് ഇപ്പോൾ വംശനാശ ഭീഷണിയിൽ നേരിടുന്ന ജീവികളാണ്. അസ്ഥികൂടങ്ങൾ പരിചയപ്പെടാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് ജീവികളുടെ അസ്ഥികൂടങ്ങളുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. പശു, ആട് തുടങ്ങിയ ജീവികളുടെ അസ്ഥികൂടങ്ങൾ ശരീരത്തിനുള്ളിലാണ്. ഇവ ആന്തരാസ്ഥികൂടങ്ങൾ അല്ലെങ്കിൽ എൻഡോസ്കെൽറ്റൺ എന്നറിയപ്പെടുന്നു. അപ്പോൾ പശു, ആട് തുടങ്ങിയ ജീവികളുടെ അസ്ഥികൂടങ്ങൾ ശരീരത്തിനുള്ളിലാണുള്ളത്. ഇവ ആന്തരാസ്ഥികൂടങ്ങൾ അല്ലെങ്കിൽ എൻഡോസ്കെൽറ്റൺ എന്നറിയപ്പെടുന്നു. ആമ, ചീങ്കണ്ണി, മുതല തുടങ്ങിയ ജീവികൾക്ക് ആന്തരാസ്ഥികൂടവും ബാഹ്യാസ്ഥികൂടവും ഉണ്ട്. അപ്പം എന്താണ്, പശു, ആട് തുടങ്ങിയ ജീവികൾ എന്താണ്, അസ്ഥികൂടങ്ങൾ എന്താണ്, ഇവക്ക് ആന്തരാസ്ഥികൂടങ്ങളാണ് ഉള്ളത്. എന്നാൽ ആമ, ചീങ്കണ്ണി, മുതല തുടങ്ങിയ ജീവികൾക്ക് ആന്തരാസ്ഥികൂടവും അതുപോലെ ബാഹ്യാസ്ഥികൂടവും ഉണ്ട്. അതായത് ഈ ജീവികളുടെയൊക്കെ പുറന്തോടാണെന്ത്, ബാഹ്യാസ്ഥികൂടം. എന്നാൽ ഇതിന്റെ ശരീരത്തിനുള്ളിൽ കാണുന്ന അസ്ഥികൂടങ്ങളാണ് ആന്തരാസ്ഥികൂടങ്ങൾ അല്ലെങ്കിൽ എൻഡോസ്കെൽറ്റൻ. ആമ, ചീങ്കണ്ണി, മുതല തുടങ്ങിയ ജീവികൾക്ക് ആന്തരാസ്ഥികൂടവും ബാഹ്യാസ്ഥികൂടവും ഉണ്ട്. പശു, ആട് തുടങ്ങിയ ജീവികൾ എന്താണ്, ആന്തരാസ്ഥികൂടങ്ങളാണുള്ളത്, എൻഡോസ്കെൽറ്റൻസ് ആണുള്ളത്. ഇനി ഈ അസ്ഥികൾ എന്താണ്, അസ്ഥികൾ ശരീരത്തിന് ആകൃതിയും ഉറപ്പും നൽകുന്നു. അവ ചലനത്തിനും സഹായിക്കുന്നുണ്ട്. അപ്പോൾ അസ്ഥികൾ കൊണ്ടുള്ള പ്രയോജനം എന്തൊക്കെയാണ്, ശരീരത്തിന് ആകൃതിയും ഉറപ്പും നൽകുന്നത് അസ്ഥികളാണ്. അതുപോലെ ശരീരത്തിന്റെ ചലനത്തിനും അസ്ഥികൾ സഹായിക്കുന്നുണ്ട്. അടുത്ത ഹെഡിങ് ആണ് മനുഷ്യന്റെ അസ്ഥികൂടം. മനുഷ്യ ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിലെ അസ്ഥികളുടെ ചിത്രങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഏതൊക്കെയാണ്, തലയോട്, വാരിയെല്ല്, കയ്യിലെ എല്ലുകൾ, നട്ടെല്ല്, ഇവയൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മനുഷ്യ ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിലെ അസ്ഥികളാണിത്. തലയോട്, വാരിയെല്ല്, കയ്യിലെ എല്ലുകൾ, നട്ടെല്ല് ഇവയൊക്കെ. ഇവ ഓരോന്നും തന്നെ എന്താണ്, വളരെ വ്യത്യാസമുണ്ട് അല്ലേ ഇവ ഓരോന്നും തമ്മിൽ. ഏതൊക്കെ അസ്ഥികളാണ് ഇതൊക്കെ നോക്കാം. അസ്ഥികൾ പലവിധം. തലയോട്, വാരിയെല്ല്, നട്ടെല്ല്, മറ്റ് എല്ലുകൾ എന്നിവ ആകൃതിയിലും വലിപ്പത്തിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. തലയോട് തലച്ചോറിനെ സംരക്ഷിക്കുന്നു. തലയോട്ടിയിൽ കീഴ്ത്താടി എല്ലിന് മാത്രമാണ് ചലന സ്വാതന്ത്ര്യമുള്ളത്. അപ്പോൾ തലയോട്ടിയിൽ കീഴ്ത്താടി എല്ലിന് മാത്രമാണ് ചലന സ്വാതന്ത്ര്യമുള്ളത്. ശരീരത്തിലെ ഏറ്റവും ബലമുള്ള എല്ലുകൾ കീഴ്ത്താടി എല്ലാണ്. ശരീരത്തെ നേരെ നിർത്തുന്നത് നട്ടെല്ലാണ്. നട്ടെല്ലിന് ഏൽക്കുന്ന ചില ക്ഷതങ്ങൾ ആജീവനാന്തം തളർച്ചയ്ക്ക് കാരണമായേക്കാം. ശ്വാസകോശങ്ങൾ, ഹൃദയം എന്നിവയെ പൊതിഞ്ഞു സൂക്ഷിക്കുന്നത് വാരിയെല്ലുകളാണ്.
മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി തുടയലാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ചെവിക്കുള്ളിലെ സ്റ്റേപ്പിസ് ആണ്. അപ്പം എന്താണ് പറഞ്ഞിട്ടുള്ളത്? തലയോട്, വാരിയെല്ല്, നട്ടെല്ല്, മറ്റ് എല്ലുകൾ എന്നിവ എന്താ ആകൃതിയിലും വലിപ്പത്തിലും ഒക്കെ വ്യത്യാസപ്പെട്ടിരിക്കുന്നുണ്ട്. പിന്നെന്താണ്? തലയോട് തലച്ചോറിനെ സംരക്ഷിക്കുന്നു. തലയോട്ടിൽ കീഴ്ത്താടിയെല്ലിന് മാത്രമാണെന്ത് ചലന സ്വാതന്ത്ര്യമുള്ളത്. ശരീരത്തിലെ ഏറ്റവും ബലമുള്ള എല്ലുകൾ ഏതാണെന്ന് ചോദിച്ചാൽ അത് കീഴ്ത്താടിയെല്ലാണ് കേട്ടോ. ശരീരത്തിലെ ഏറ്റവും ബലമുള്ള എല്ലുകൾ കീഴ്ത്താടിയെല്ലാണ്. ശരീരത്തെ നേരെ നിർത്തുന്നത് നട്ടെല്ലാണ്. നട്ടെല്ലിൽ നിൽക്കുന്ന ചില ക്ഷതങ്ങളൊക്കെ എന്താണ് ആജീവനാന്തം തളർച്ചയ്ക്ക് കാരണമായേക്കാം. ശ്വാസകോശങ്ങൾ, ഹൃദയം എന്നിവയെ പൊതിഞ്ഞു സൂക്ഷിക്കുന്നത് വാരിയെല്ലുകളാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി എന്താണ്? തുടയെല്ലാണ് അല്ലെങ്കിൽ ഫീമർ. അപ്പോൾ തുടയെല്ല് അല്ലെങ്കിൽ ഫീമർ എന്താണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥിയാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി എന്താ? ചെവിക്കുള്ളിലെ സ്റ്റേപ്പിസ് ആണ്. അപ്പോൾ ഏറ്റവും വലിയ അസ്ഥി തുടയെല്ല് അല്ലെങ്കിൽ ഫീമർ ആണ്. അല്ലെങ്കിൽ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ചെവിക്കുള്ളിലെ സ്റ്റേപ്പിസ് ആണ്. പിന്നെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ബലമുള്ള എല്ലുകൾ എന്താണ്? കീഴ്ത്താടിയെല്ലാണ്. ഇനി ഇവിടെ ഒരു ടേബിൾ കാണാം. ഓരോ അസ്ഥികളുടെ എണ്ണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എത്ര അസ്ഥികൾ? ജനിക്കുന്ന സമയത്ത് ശരീരത്തിൽ ഏകദേശം 300 എല്ലുകൾ ഉണ്ടാവും. പ്രായപൂർത്തിയാവുന്നതോടെ ഇതിൽ പലതും ഒന്നിച്ചു ചേർന്ന് 206 ആയി കുറയുന്നു. മനുഷ്യ ശരീരത്തിലെ അസ്ഥികൾ താഴെ പറയുന്ന തോതിലുള്ളതാണ്. അപ്പോൾ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ എന്താണ്? 300 എല്ലുകൾ ഉണ്ടാവും. പ്രായപൂർത്തിയാവുന്നതോടെ ഇതിൽ പലതും ഒന്നിച്ചു ചേർന്ന് 206 ആയി മാറുന്നു. അപ്പോൾ മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം ചോദിച്ചാൽ 206. അപ്പോൾ കുഞ്ഞായിരിക്കുമ്പോൾ 300 അസ്ഥികൾ ഉണ്ടാവും കേട്ടോ. പിന്നെന്താണ്? മനുഷ്യ ശരീരത്തിലെ അസ്ഥികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 206 ആണ്. ജനിക്കുന്ന സമയത്ത് നിന്നുകൂടി ക്വസ്റ്റ്യനിൽ ഉണ്ടെങ്കിൽ 300 ആണ് കേട്ടോ ആൻസർ. ഇനി എന്താണ്? മനുഷ്യ ശരീരത്തിലെ അസ്ഥികൾ താഴെ പറയുന്ന തോതിലാണുള്ളത്. അപ്പോൾ എങ്ങനെയാണ് നോക്കാം. തലയോട് 22 അസ്ഥികളാണുള്ളത്. വാരിയെല്ല് 24, ഓരോ കാലിലും 30. പിന്നെ അരക്കെട്ട് 2 അസ്ഥികളാണുള്ളത്. നട്ടെല്ല് 33 അസ്ഥികൾ അല്ലേ. ഓരോ കൈയിലും 32, മാറെല്ല് 1. അപ്പോൾ ടോട്ടൽ 206 അസ്ഥികളാണ് ഒരു മനുഷ്യ ശരീരത്തിലുള്ളത്. അപ്പോൾ ഒന്നുകൂടി പറയാം. തലയോട് 22 അസ്ഥികൾ, വാരിയെല്ല് 24, ഓരോ കാലിലും 30 അസ്ഥികളുണ്ട്. അതുപോലെ അരക്കെട്ട് 2 അസ്ഥികൾ, നട്ടെല്ലിൽ 33 അസ്ഥികളാണുള്ളത്. ഓരോ കൈയിലും 32 അസ്ഥികൾ, മാറലിൽ 1 അസ്ഥി. മൂക്ക്, ചെവി എന്നിവയിൽ കാണുന്നത് മൃദുവായ അസ്ഥികളാണ്. ഇവയെ തരുണാസ്ഥികൾ അല്ലെങ്കിൽ കാർട്ടിലേജ് എന്ന് പറയുന്നു. അപ്പം മൂക്ക്, ചെവി എന്നിവയിൽ കാണുന്നത് മൃദുവായ അസ്ഥികളാണ്. ഇവയെ തരുണാസ്ഥികൾ എന്നാണ് പറയുന്നത്. ഇപ്പം തരുണാസ്ഥികൾ, മൂക്ക്, ചെവി എന്നിവയിലൊക്കെ കാണപ്പെടുന്ന അസ്ഥികളാണ് തരുണാസ്ഥികൾ. കുട്ടികളുടെ തരുണാസ്ഥികളുടെ എണ്ണം കൂടുതലായിരിക്കും. കുട്ടികളിൽ തരുണാസ്ഥികളുടെ എണ്ണം കൂടുതലായിരിക്കും. അപ്പോൾ മൂക്ക്, ചെവി എന്നിവയിൽ കാണുന്ന മൃദുവായ അസ്ഥികളാണ് തരുണാസ്ഥികൾ. കുട്ടികളിൽ തരുണാസ്ഥികളുടെ എണ്ണം കൂടുതലായിരിക്കും. ഇനി ഇവിടെ ഒരു ടേബിൾ തന്നിട്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത് ഒരുപാട് തവണ PSC റിപ്പീറ്റ് ആയിട്ട് ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതിലുള്ളത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യണം കേട്ടോ. ഓരോ വ്യത്യസ്തമായ സന്ധികളെ പറ്റിയാണ്. ഗോളരസന്ധി, വിജാഗിരി സന്ധി, കീലസന്ധി. ഗോളരസന്ധി അല്ലെങ്കിൽ ബാൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് എന്താണ്? ഏതൊക്കെ ശരീരഭാഗങ്ങളിലാണ് ഈ സന്ധി കാണപ്പെടുന്നത്? തോളലിലും അതുപോലെ ഇടുപ്പെല്ലിലും. തോളലിലും ഇടുപ്പെല്ലൊക്കെ എന്താണ്? ഗോളരസന്ധിയാണ് കേട്ടോ. എന്താണ് ഈ ഗോളരസന്ധിയുടെ പ്രത്യേകത? ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ള സന്ധികളാണ് എന്ത്? ഗോളരസന്ധികൾ. ഒരു അസ്ഥിയുടെ അറ്റത്തുള്ള ഉരുണ്ട ഭാഗം മറ്റൊരു അസ്ഥിയുടെ കുഴിയിൽ തിരിയുന്നു. അപ്പം എന്താണ്? നമ്മളെ തോളലിലും ഇടുപ്പെല്ലൊക്കെ എന്താണ്? ഗോളരസന്ധിക്ക് ഉദാഹരണമാണ്. ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ള സന്ധികളാണ് ഗോളരസന്ധികൾ. അതുപോലെ ഒരു അസ്ഥിയുടെ അറ്റത്തുള്ള ഉരുണ്ട ഭാഗം മറ്റൊരു അസ്ഥിയുടെ കുഴിയിൽ തിരിയുന്നു. ഇനി അടുത്തത് വിജാഗിരി സന്ധിയാണ്. വിജാഗിരി സന്ധിയുടെ ശരീരഭാഗം കൈമുട്ടും കാൽമുട്ടുകളിലൊക്കെയാണ് എന്ത്? വിജാഗിരി സന്ധി കാണപ്പെടുന്നത്. വിജാഗിരി പോലെ ഒരു ഭാഗത്ത് മാത്രം ചലിപ്പിക്കാൻ കഴിയുന്ന സന്ധികളാണ് എന്ത്? വിജാഗിരി സന്ധി. വിജാഗിരി സന്ധി എന്താണ്? വിജാഗിരി എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, നമ്മുടെ ഡോറിനൊക്കെ ഫിറ്റ് ചെയ്യുമ്പോൾ പിന്നെ യൂസ് ചെയ്യുന്നതാണ് വിജാഗിരി സന്ധി. എന്താണ്? വിജാഗിരി പോലെ ഒരു ഭാഗത്തേക്ക് മാത്രം ചലിപ്പിക്കാൻ കഴിയുന്നതാണ് എന്ത്? വിജാഗിരി സന്ധി. അതിന് എക്സാമ്പിൾ നോക്കണേ. കൈമുട്ടും കാൽമുട്ടും. കൈമുട്ടും കാൽമുട്ടുകളിലൊക്കെ ഉള്ള സന്ധി എന്താണ്? വിജാഗിരി സന്ധി. കൈമുട്ട് കാൽമുട്ടുകളിലൊക്കെ ഉള്ള സന്ധി വിജാഗിരി സന്ധി. വിജാഗിരി പോലെ ഒരു ഭാഗത്തേക്ക് മാത്രം ചലിപ്പിക്കാൻ കഴിയുന്നു എന്നാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനി അടുത്തതാണ് കീലസന്ധി. കഴുത്ത് അല്ലെങ്കിൽ തലയോടും നട്ടെല്ലിന്റെ മുകൾ ഭാഗവും ചേരുന്ന സ്ഥലത്താണ് എന്ത്? കീലസന്ധി ഉള്ളത്. കീലസന്ധി കഴുത്തിൽ അല്ലെങ്കിൽ തലയോടും നട്ടെല്ലിന്റെ മുകൾ ഭാഗവും ചേരുന്ന സ്ഥലം. ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരുദശകളിലേക്കും തിരിയുന്നതാണ് ഇതിന്റെ പ്രത്യേകത. നമുക്ക് കഴുത്ത് 2 ഭാഗങ്ങളിലേക്കും തിരിക്കാൻ കഴിയൂലേ. അപ്പം എന്താണ് ഈ കീലസന്ധി? എന്താണ്? കഴുത്ത് അല്ലെങ്കിൽ തലയോടും നട്ടെല്ലിന്റെ മുകൾ ഭാഗവും ചേരുന്ന സ്ഥലം.
ഇവിടെ കാണപ്പെടുന്ന സന്ധിയാണ് കീലസന്ധി. ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരു ദിശകളിലേക്കും തിരിയുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മൾ 3 തരം അസ്ഥികളെ പറ്റി പഠിച്ചു. ഗോളരസന്ധി, വിജാഗിരി സന്ധി, കീലസന്ധി. ഗോളരസന്ധിക്ക് ഉദാഹരണം തോളല്, ഇടുപ്പല്. ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ളതാണ്. അതുപോലെ എന്താണ്, ഒരു അസ്ഥിയുടെ അറ്റത്തുള്ള ഉരുണ്ട ഭാഗം മറ്റൊരു അസ്ഥിയുടെ കുഴിയിൽ തിരിയുന്നു എന്നുള്ളതിൻ്റെ പ്രത്യേകത. അടുത്ത വിജാഗിരി സന്ധി. കൈമുട്ട്, കാൽമുട്ട് എന്നിവയിലൊക്കെ വിജാഗിരി സന്ധിയാണ് കാണപ്പെടുന്നത്. വിജാഗിരി പോലെ ഒരു ഭാഗത്തേക്ക് മാത്രം ചലിപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് പ്രത്യേകത. അടുത്തത് കീലസന്ധിയാണ്. കഴുത്ത് അല്ലെങ്കിൽ തലയോടും നട്ടലിൻ്റെ മുകൾ ഭാഗവും ചേരുന്ന സ്ഥലത്താണ് കീലസന്ധി കാണുന്നത്. ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരു ദിശകളിലേക്കും തിരിയുന്നു എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യട്ടോ. അടുത്തത് അസ്ഥിഭംഗം. ശക്തമായ ആഘാതം ഏൽക്കുന്നത് അസ്ഥി പൊട്ടുന്നതിനോ അസ്ഥികളിൽ വിള്ളലുകൾ ഉണ്ടാവുന്നതിനോ കാരണമാവാം. അസ്ഥി ഒടിയുന്നതിനെയാണ് അസ്ഥിഭംഗം എന്ന് പറയുന്നത്. ചിലപ്പോൾ അസ്ഥികൾ സ്ഥാനം തെറ്റാറുണ്ട്. ഇതിനാണ് സ്ഥാനഭ്രംശം എന്ന് പറയുന്നത്. അപ്പോൾ അസ്ഥിഭംഗം എന്താണ്? ശക്തമായ ആഘാതം ഏൽക്കുന്നത് അസ്ഥി പൊട്ടുന്നതിനോ അസ്ഥികൾ വിള്ളലുണ്ടാവുന്നതിനോ കാരണമാവാം. അസ്ഥി ഒടിയുന്നതിനെയാണ് അസ്ഥിഭംഗം എന്ന് പറയുന്നത്. ചിലപ്പോൾ അസ്ഥികൾ സ്ഥാനം തെറ്റാറുണ്ട്. ഇതിനെ സ്ഥാനഭ്രംശം എന്ന് പറയുന്നു. അപ്പോൾ എന്താണ്? അസ്ഥി ഒടിയുന്നതിനെയാണ് ഭംഗം എന്ന് പറയുന്നത്. പിന്നെ എന്താണ്? അസ്ഥികൾ സ്ഥാനം തെറ്റുന്നതിന് എന്താണ്? സ്ഥാനഭ്രംശം എന്നും പറയുന്നു. ഇനി അസ്ഥിഭംഗം വന്നാലുള്ള ലക്ഷണങ്ങളാണ് പറയുന്നത്. പരിക്കേറ്റെടുത്ത് വേദന ഉണ്ടാവും, പരിക്കേറ്റ ഭാഗം ഇളക്കാൻ പ്രയാസം ഉണ്ടാവും, നീര് വന്ന് വീർത്തിരിക്കും, അതുപോലെ എന്താണ്, അല്പം വളവ് സംഭവിച്ചിട്ടുണ്ടാവും, അതുപോലെ സമാനമായ എല്ലുമായി വ്യത്യാസം ഉണ്ടാവും. ഇത്രയൊക്കെയാണ് എന്ത് ലക്ഷണങ്ങളിൽ പെടുന്നത്, അസ്ഥിഭംഗത്തിൻ്റെ ലക്ഷണങ്ങളിൽ പെടുന്നത്. ഇനി അസ്ഥിഭംഗം ഉണ്ടായാൽ എന്താണ് ചെയ്യേണ്ടതെന്നാണ്. അസ്ഥിഭംഗം സംഭവിച്ച ഒരാളെ വേഗം ആശുപത്രിയിൽ എത്തിക്കുകയാണ് വേണ്ടത്. പിന്നെ എന്തൊക്കെയാണ് ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ടത്? ഒടിഞ്ഞ ഭാഗങ്ങൾ ഇളകാതെ ശ്രദ്ധിക്കണം. ഇതിന് സ്പ്ലിന്റ് ഉപയോഗിച്ച് കെട്ടുന്നത് സഹായകമാവും. അപ്പം എന്താണ് സ്പ്ലിന്റ് എന്താണെന്ന് നോക്കാം. മരം, പ്ലാസ്റ്റിക്, ലോഹം എന്നിവയിൽ ഏതെങ്കിലും കൊണ്ട് നിർമ്മിച്ച ഉറപ്പുള്ള താങ്ങുപലകയാണ് സ്പ്ലിന്റ്. മരം, പ്ലാസ്റ്റിക്, ലോഹം എന്നിവയിൽ ഏതെങ്കിലും കൊണ്ട് നിർമ്മിച്ച ഉറപ്പുള്ള താങ്ങുപലകയാണ് സ്പ്ലിന്റ്. കൈകാലുകളിലെ ഒടിവുള്ള എല്ല് നിശ്ചലമാക്കി വെക്കാൻ സ്പ്ലിന്റ് വെച്ച് കെട്ടുന്നത് സഹായകമാവും. അപ്പോൾ അസ്ഥിഭംഗം സംഭവിച്ചാൽ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. അതിന് മുമ്പ് എന്താണ് സ്പ്ലിന്റ് വെച്ച് കെട്ടണം എന്നാണ് പറയുന്നത്. അടുത്ത ഒരു ബോക്സ് കൊടുത്തിട്ടുള്ളതാണ് അസ്ഥികളുടെ കാഠിന്യം. അസ്ഥികളുടെ കാഠിന്യത്തിന് കാരണം കാൽസ്യം ഫോസ്ഫേറ്റ് ആണ്. അതിനാൽ അസ്ഥികളുടെ വളർച്ചയ്ക്ക് കാൽസ്യം, ഫോസ്ഫറസ് എന്നിവ ആവശ്യമാണ്. അസ്ഥികളുടെ കാഠിന്യത്തിന് കാരണം എന്താണ്? കാൽസ്യം ഫോസ്ഫേറ്റ് ആണ്. കാൽസ്യം ഫോസ്ഫേറ്റ് ആണ് അസ്ഥികളുടെ കാഠിന്യത്തിന് കാരണം. അസ്ഥികളുടെ വളർച്ചയ്ക്ക് കാൽസ്യം, ഫോസ്ഫറസ് എന്നിവ ആവശ്യമാണ്. കാൽസ്യം, ഫോസ്ഫറസ് എന്നിവ അസ്ഥികളുടെ വളർച്ചയ്ക്ക് ആവശ്യമാണ്. വളർച്ചയുടെ ഘട്ടത്തിൽ കാൽസ്യം, ഫോസ്ഫറസ് തുടങ്ങിയ ധാതുക്കൾ അസ്ഥികളെ ബലപ്പെടുത്തുന്നു. ചെറിയ കുട്ടികളുടെ അസ്ഥികൾക്ക് ബലം കുറയാൻ കാരണം എന്താണ്? കാൽസ്യം ഫോസ്ഫേറ്റിന്റെ നിക്ഷേപം കുറവായതിനാലാണ്. പ്രായമായവരിൽ ശരീരത്തിനു വേണ്ട കാൽസ്യം അസ്ഥികളിൽ നിന്നും ആഗിരണം ചെയ്യാറുണ്ട്. ഇത് അസ്ഥികളുടെ ബലക്ഷയത്തിന് കാരണമാകുന്നു. കുമ്പളങ്ങ, പടവലങ്ങ തുടങ്ങിയ പച്ചക്കറികളിലും പേരയ്ക്ക, ചാമ്പയ്ക്ക തുടങ്ങിയ പഴങ്ങളിലും മുട്ട, പാൽ, ചെറു മത്സ്യങ്ങൾ എന്നിവയിലും കാൽസ്യം ധാരാളമുണ്ട്. അപ്പം എന്താണ് പറഞ്ഞത്? കുട്ടികളിൽ എന്താണ് കാൽസ്യത്തിൻ്റെയും ഫോസ്ഫേറ്റിൻ്റെയും നിക്ഷേപം കുറവായതിനാൽ അസ്ഥികൾക്ക് ബലം കുറവാകുന്നത് അതുകൊണ്ടാണെന്ന് പറയുന്നത് കുട്ടികൾക്ക്. ഇനി പ്രായമായവരിൽ എന്താണ് ശരീരത്തിന് വേണ്ട കാൽസ്യം അസ്ഥികളിൽ നിന്നും ആഗിരണം ചെയ്തു പോകും. അപ്പം എന്താണ് പ്രായമായവരിൽ ശരീരത്തിന് വേണ്ട കാൽസ്യം അസ്ഥികളിൽ നിന്ന് ആഗിരണം ചെയ്യാറുണ്ട്. ഇതെന്താണ് അസ്ഥിയുടെ ഒക്കെ ബലക്ഷയത്തിന് ഇത് കാരണമാവും. കുമ്പളങ്ങ, പടവലങ്ങ തുടങ്ങിയ പച്ചക്കറികളിലും പേരയ്ക്ക, ചാമ്പയ്ക്ക തുടങ്ങിയ പഴങ്ങളിൽ എന്താണ്, അതുപോലെ മുട്ട, പാല്, മത്സ്യം ഇവയിലൊക്കെ എന്താണ് കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അസ്ഥികളുടെ കാഠിന്യത്തിന് കാരണം എന്താണ്? കാൽസ്യം ഫോസ്ഫേറ്റ് ആണ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിലുള്ളത്. ചെറിയൊരു ചാപ്റ്ററാണ് എങ്കിലും ഒരുപാട് പോയിന്റ്സ് ഉണ്ട്. നമുക്ക് പഠിക്കാനുള്ള ഒരുപാട് പോയിന്റ്സ് ഉണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കണേ. അപ്പോൾ നമുക്ക് എന്താണ് പഠിച്ചതെന്നൊന്നും കൂടി നോക്കാം. നമ്മൾ എന്തൊക്കെ പഠിച്ചത്? ബാഹ്യാസ്ഥികുടം, അതുപോലെ ആന്തരാസ്ഥികുടം, ഇതൊക്കെ എന്താണെന്ന് പഠിച്ചു അല്ലേ? ചില ജീവികളിൽ എന്താണ് ഇവർ പുറന്തോടുകളാണ് ബാഹ്യാസ്ഥികുടം എന്ന് പറയുന്നത്. ഇനി എന്താണ് നമ്മളെ ആട്, പശു എന്നീ ജീവികളിലൊക്കെ എന്താണ് ആന്തരാസ്ഥികുടാണല്ലോ ഉള്ളത്. അവരുടെ ശരീരത്തിനുള്ളിലുള്ള അസ്ഥികുടങ്ങളാണ് ആന്തരാസ്ഥികുടങ്ങൾ. ഇനി ചില ജീവികളിൽ ബാഹ്യാസ്ഥികുടവും ആന്തരാസ്ഥികുടവും ഒക്കെ രണ്ടും ഉണ്ടാവും അല്ലേ? ഏതൊക്കെ ജീവികളായിരുന്നു? ആമ, മുതല, ചീങ്കണ്ണി ഇവയ്ക്കൊക്കെ എന്താണ് ആന്തരാസ്ഥികുടവും ബാഹ്യാസ്ഥികുടവും കാണപ്പെടുന്നുണ്ട് അല്ലേ? പിന്നെ നമ്മൾ എന്താണ് മനുഷ്യ ശരീരത്തിലെ അസ്ഥികൾ എത്രയാണെന്ന് പഠിച്ചു അല്ലേ? മനുഷ്യ ശരീരത്തിൽ എന്താണ്
പിന്നെ പ്രായപൂർത്തിയായവരിൽ എത്രയാണ് 206 അസ്ഥികളുണ്ടെന്ന് പഠിച്ചു. അതുപോലെ എന്താണ് ചെറിയ കുട്ടികളിൽ 300 അസ്ഥികളുണ്ടെന്ന് പഠിച്ചു. കുട്ടികളിലെ അസ്ഥികളൊക്കെ എന്താണ് പിന്നെന്താണ് യോജിച്ച് ചേർന്ന് പിന്നെ 206 അസ്ഥികളായിട്ട് മാറുകയാണ് അവരെന്താണ് പ്രായപൂർത്തിയാകുമ്പോൾ. പിന്നെ നമ്മൾ എന്താണ് പഠിച്ചത്, ഓരോ തരം വ്യത്യസ്തമായ അസ്ഥികളെ പേര് പഠിച്ചില്ലേ. ഓരോ ശരീരഭാഗങ്ങളിലെ അസ്ഥികളിൽ എന്താണ് വ്യത്യാസമുണ്ട് അല്ലേ. ഏതൊക്കെ അസ്ഥികളാണ് നമ്മൾ പഠിച്ചത്, ഗോളരസന്ധി, അതുപോലെ വിജാഗിരി സന്ധി, കീലസന്ധിയൊക്കെ നമ്മൾ പഠിച്ചില്ലേ. എവിടെയൊക്കെയാണ് ഗോളരസന്ധി ഉള്ളത്, എവിടെയൊക്കെയായിരുന്നു, തോളല്ലേ ഇടുപ്പല്ലേ എന്നിവയിൽ കാണുന്നതൊക്കെ ഗോളരസന്ധിയാണ്. ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ള സന്ധികളാണ് എന്ത്, ഗോളരസന്ധി. അടുത്ത് നമ്മൾ പഠിച്ചത് വിജാഗിരി സന്ധിയാണ്. വിജാഗിരി സന്ധി എന്താണ്, പിന്നെ ഏതൊക്കെയാ, കൈമുട്ട് കാൽമുട്ട് എന്നിവയിലൊക്കെ കാണുന്നതാണ് അല്ലേ വിജാഗിരി സന്ധി. വിജാഗിരി പോലെ നമ്മൾ ഒരേ ഭാഗത്തേക്ക് മാത്രം ചലിപ്പിക്കാൻ കഴിയുന്ന സന്ധികളാണ് എന്ത്, വിജാഗിരി സന്ധി. പിന്നെ നമ്മൾ അസ്ഥിഭംഗം പഠിച്ചില്ലേ, അസ്ഥിഭംഗം എന്താണെന്ന് നമ്മൾ പഠിച്ചില്ലേ. എന്തായാലും പഠിച്ചത്, ശക്തമായ ആഘാതങ്ങളൊക്കെ ഏൽക്കുമ്പോൾ അസ്ഥികൾക്ക് എന്താണ് പൊട്ടുകയൊക്കെ ചെയ്യുന്നതാണ് അസ്ഥിഭംഗം എന്ന് പറയുന്നത്. എന്നാൽ അസ്ഥികളിൽ സ്ഥാനം തെറ്റുന്നതിന് സ്ഥാനഭ്രംശം എന്ന് പറഞ്ഞു അല്ലേ. ഇനി ഇങ്ങനെയൊക്കെ ഉണ്ടായാൽ നമ്മൾ എന്താണ് പ്രഥമ ശുശ്രൂഷകൾ എന്താണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. പിന്നെ നമ്മൾ പഠിച്ചത് എന്താണ്, അസ്ഥികളുടെ കാഠിന്യത്തിന് കാരണം എന്താണ്, കാൽസ്യം ഫോസ്ഫേറ്റ് ആണെന്ന് പഠിച്ചു അല്ലേ. കുട്ടികളുടെയും അതുപോലെ തന്നെ മുതിർന്നവരിലൊക്കെ എന്താണ് പിന്നെ അസ്ഥികളുടെ ബലക്ഷയത്തിന് കാരണം എന്താണെന്നും പിന്നെ ഇതിൻ്റെ എന്താണ് കാൽസ്യത്തിൻ്റെയും ഫോസ്ഫറത്തിൻ്റെയും ഒക്കെ ആഗിരണം കുറവായതുകൊണ്ടാണെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ നോട്ട് ചെയ്യട്ടോ. പിന്നെ എന്താണ് ഞാൻ പറയാനുള്ളത്, ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവർ ഉടൻ തന്നെ ജോയിൻ ചെയ്യണം കേട്ടോ. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ എന്താണ് ഓരോ ദിവസത്തെയും ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ടുള്ള എക്സാംസ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് പഠിച്ച കാര്യങ്ങൾ എത്രയൊക്കെ മൈൻഡിലേക്ക് കയറി എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ വിലയിരുത്താവുന്നതാണ്. ടെലിഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.